സൂര്യൻ പതുക്കെ മറഞ്ഞുകൊണ്ടിരുന്നു. മരങ്ങളുടെ മുകളിലൂടെ നീണ്ട നിഴലുകൾ വീണ് കാട് ഇരുണ്ടുകൊണ്ടിരുന്നു. അരുൺ ഭയത്തോടെ ചുറ്റും നോക്കി. ഓരോ ശബ്ദവും, ഇലകളുടെ ചലനം, ഒരു ദൂരെയുള്ള വിളിവിളി, ഒരിടത്ത് കേൾക്കുന്ന കൊമ്പൊടിയുന്ന ശബ്ദം, എല്ലാം അവനെ നടുങ്ങിച്ചു. എനിക്ക് അമ്മാമ്മയെ കാണണം. വീട്ടിലേക്ക് പോകണം, അവൻ കണ്ണുനിറഞ്ഞു പറഞ്ഞു. പക്ഷേ കരഞ്ഞാൽ കാര്യമില്ലെന്ന് മനസ്സിലാക്കി. ധൈര്യം സമ്പാദിക്കണം എന്നുറച്ചു. അവൻ അടുത്തുള്ള വലിയൊരു മരത്തിന്റെ അടിവേരിൽ ഇരുന്ന് ചുറ്റും ശ്രദ്ധിച്ചു. രാത്രി വരുമ്പോൾ കാട് മുഴുവൻ മറ്റൊരു ലോകമായി മാറുന്നതുപോലെ തോന്നി. പക്ഷികളുടെ ഗാനം മാറി, രാത്രിപക്ഷികളുടെ കൂകൽ മുഴങ്ങിത്തുടങ്ങി. എവിടെയോ ഒരിടത്ത് പുലിയുടെ പോലൊരു വലിയ മൃഗത്തിന്റെ ചുവടുപോലും കേട്ടു. ഹൃദയം വല്ലാതെ മിടിച്ചു. അരുൺ കണ്ണുകൾ അടച്ചു. അമ്മ പറഞ്ഞിരുന്ന ഒരു കാര്യം ഓർത്തു. പേടിക്കേണ്ട, നീ ധൈര്യമായി നിന്നാൽ എല്ലായിടത്തും വഴികിട്ടും. അത് ഓർത്തപ്പോൾ അവന്റെ മനസ്സിൽ ചെറിയൊരു പ്രതീക്ഷ പടർന്നു. ഞാൻ കരയില്ലാതാ. ഞാൻ വഴികണ്ടെത്തും എന്ന് അവൻ തന്നെ ഉറപ്പിച്ചു. മൃദുവായ ചന്ദ്രപ്രകാശം മരക്കൊമ്പുകളിലൂടെ കേറിവന്നു. അതിൽ അവൻ ചെറിയൊരു പാത കണ്ടുപിടിച്ചു പോലെ തോന്നി. ആ വഴിയിലൂടെ പോകണമെന്ന് അവൻ തീരുമാനിച്ചു. പക്ഷേ ആ വഴി സുരക്ഷിതമാണോ എന്ന് അവന് അറിയില്ല. അതുവരെ പിന്നിൽ നിന്ന് വീണ്ടും ഒരാശബ്ദം. അരുൺ വിറച്ച് തിരിഞ്ഞു നോക്കി.